കാര്യമാണെങ്കിലും സ്മാർട്ടായിട്ട് ചെയ്യാൻ പോകുന്ന സമയത്തായിരിക്കും മടി ഒരു വില്ലനായിട്ട് കടന്നുകൂടുക. അപ്പൊ ഈ മടിയെ നമുക്ക് ചെറുത്ത് തോൽപ്പിക്കാനുള്ള 8 ജാപ്പനീസ് ടെക്നിക്കുകൾ എന്തൊക്കെയാന്ന് നോക്കിയാലോ? അപ്പൊ വീഡിയോ ഒട്ടും ലാഗ് ചെയ്യിക്കുന്നില്ല, വേഗം നമുക്ക് കിടക്കാം. അപ്പൊ ഒന്നാമത്തെ ടെക്നിക്ക് എന്താന്ന് വെച്ചാല് കൈസൺ. കൈസൺ എന്ന് പറയുന്നത് ഒരു ജാപ്പനീസ് ഫിലോസഫിയാണ്. ദാറ്റ് മീൻസ് ചെറിയ മാറ്റങ്ങളിലൂടെ വലിയ പുരോഗതി. ദിവസം എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾ പ്രോഗ്രസിന് വേണ്ടി ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ എനിക്ക് പഠിക്കാനൊക്കെ ഭയങ്കര മടിയായിട്ട് ഇങ്ങനെ തോന്നുമ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ നാളെ ഞാൻ എന്തായാലും ഒരു 5 മണിക്കൂർ പഠിച്ചിരിക്കും. അതുപോലെ എനിക്ക് എക്സസൈസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ട്. സോ ഞാൻ നാളെ 1 അവർ എക്സസൈസ് ചെയ്യും. എനിക്ക് ബുക്കൊക്കെ വായിക്കണം. സോ ഞാൻ എന്ത് ചെയ്യും, നാളെ ഒരു 1 അവറിനുള്ളിൽ ഒരു ബുക്ക് വായിച്ചു തീർക്കും. ഇങ്ങനെയുള്ള ഡിസിഷൻ ഒക്കെ ആയിരിക്കും നമ്മൾ ആദ്യം എടുക്കുക. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ബ്രെയിനിന് അത് ഭയങ്കര ഹെവി ആയിട്ട് തോന്നും. സോ നമ്മൾ സ്റ്റാർട്ടേ ചെയ്യില്ല. അങ്ങനെ ആവുമ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു 15 മിനിറ്റ് പഠിക്കുക. 15 മിനിറ്റ് പഠിക്കും എന്ന് പറയുമ്പോൾ നമുക്കതൊരു ഹെവി ആയിട്ട് തോന്നില്ല. സോ നമ്മൾ 15 മിനിറ്റ് അല്ലേ പഠിക്കാം എന്ന് പറഞ്ഞ് 15 മിനിറ്റ് പഠിക്കും. പക്ഷേ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ 15ലും കൂടുതൽ സമയം പഠിക്കാനിരിക്കും. പിന്നെ എക്സസൈസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ നമ്മൾ ആദ്യ ദിവസം തന്നെ 1 അവർ ഒന്നും എക്സസൈസ് ചെയ്യേണ്ട കാര്യമില്ല. ഒരു 5 മിനിറ്റ് ഒക്കെ എക്സസൈസ് ചെയ്യുക. അതിങ്ങനെ കണ്ടിന്യൂസ് ഡെയിലി പോണ സമയത്ത് അത് വലിയൊരു പ്രോഗ്രസ് ആയി മാറും. അതുപോലെ തന്നെ റീഡിംഗ് ഒക്കെ തുടങ്ങാൻ ആഗ്രഹിക്കുന്നവർ ഒറ്റയടിക്ക് ഒരു ബുക്കൊക്കെ വായിച്ച് തീർക്കുക എന്നതിലുപരി ഒരു ദിവസം ഒരു 10 പേജോ 20 പേജൊക്കെ വായിച്ചു തുടങ്ങാം. ഇതാണ് ഈ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ദിവസവും നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അത് നമ്മൾ ലോങ് ടൈമിലേക്ക് വലിയൊരു ഇമ്പാക്റ്റ് ആയിരിക്കും നമുക്ക് തരിക. ഈ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് ഞാൻ എൻ്റെ ചെറിയ ചെറിയ ഹാബിറ്റുകളൊക്കെ ഒന്ന് ചേഞ്ച് ആക്കിയത്. യൂഷ്വലി ഞാൻ ഒരു നൈറ്റ് പേഴ്സൺ ആയിരുന്നു. എനിക്ക് മോർണിംഗ് അങ്ങനെ എഴുന്നേക്കാൻ വലിയ താല്പര്യമൊന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ പിന്നീട് എനിക്കൊരു ആഗ്രഹം, എനിക്ക് 5 മണിക്ക് എന്നും എഴുന്നേൽക്കണം എന്ന്. പെട്ടെന്ന് ഞാൻ ചേഞ്ച് ആക്കിയപ്പം എനിക്ക് ഒട്ടും പോസിബിൾ ആയിരുന്നില്ല, ഭയങ്കര ഹെവി ആയിരുന്നു. ഞാൻ എപ്പോഴും അലാം ഓഫ് ചെയ്ത് സുഖമായിട്ട് കിടന്നുറങ്ങും. പക്ഷെ പിന്നീട് എനിക്ക് ഭയങ്കര റിഗ്രറ്റ് ഒക്കെ തോന്നി. അപ്പൊ പിന്നീട് എന്താ ചെയ്യാന്ന് ഓർത്തിട്ട് ഞാൻ അത് ചെറിയ ചെറിയ ഒന്ന് മാറ്റം കൊണ്ടുവരാം. അപ്പം 7:30 എന്നുള്ളതാണെങ്കിൽ 6:30 ആക്കി, 6:30 5:30 ആക്കി, 5:30 5 ആക്കി. ഇങ്ങനെ കുറച്ച് ദിവസം ഒന്ന് പോയപ്പോൾ ഇപ്പൊ എനിക്കത് നോർമലൈസ് ആയി. സോ ഇപ്പൊ എനിക്കത് വലിയൊരു ഹെവിനെസ് ആയിട്ട് തോന്നുന്നില്ല. ഇപ്പൊ ഓക്കെയാണ്. സോ നമുക്ക് ചെറിയ ചെറിയ മാറ്റങ്ങളൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മൾ ഹാബിറ്റ് പോലെ ആവും. അതുകൊണ്ട് നമുക്കിത് വലിയൊരു ടാസ്ക് ആണെന്ന് തോന്നില്ല എന്നുള്ളതാണ് സത്യം. ടെക്നിക് നമ്പർ 2, ഇക്കിഗൈ. ജീവിക്കാനുള്ള കാരണം എന്നർത്ഥം വരുന്ന ഒരു ജാപ്പനീസ് കൺസെപ്റ്റ് ആണ് ഇക്കിഗൈ. നമ്മൾ എന്തെങ്കിലും ഒരു ജീവിക്കാനുള്ള ഒരു കാരണം കണ്ടെത്തുക. ഇനി ഒന്നും ഇല്ലാത്തവർക്ക് അത് കണ്ടെത്തുക. ഒരു എയിമും ഒരു ഡയറക്ഷനും ഇല്ലാതാവുമ്പോഴാണ് നമുക്ക് ലേസിനെസ്സും നമുക്ക് പ്രോകാസ്റ്റിനേറ്റ് ചെയ്യാനുള്ള ടെൻഡൻസിയും ഇതെല്ലാം കൂടുന്നത്. ഒരു ഡയറക്ഷൻ ഇല്ലാത്തതുകൊണ്ടാണ്. സോ നമുക്ക് വ്യക്തമായിട്ടുള്ള ഒരു എയിമും കാര്യങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് മടുപ്പ് തോന്നില്ല. നമ്മൾ വേഗം വേഗം കാര്യങ്ങൾ സ്മാർട്ടായിട്ട് ചെയ്യും. സോ ഒന്നും ഇല്ലാത്തവർ എന്തെങ്കിലുമൊക്കെ കണ്ടെത്തുക. നമുക്ക് ഇൻകം തരുന്ന സോഴ്സസ് ആവാം, ഈവൺ എന്തും ആവാം. നമുക്കൊരു ഇക്കിഗൈനെ കണ്ടെത്തുക എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്കിൽ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ ലക്ഷ്യം, നമ്മുടെ ലക്ഷ്യം എന്തായെന്ന് ആദ്യം ഒന്ന് അനലൈസ് ചെയ്യുക. എന്താവാനാണ് ആഗ്രഹം, അല്ലെങ്കിൽ എന്താ ഞാൻ ചെയ്യുന്നത്. ഇപ്പൊ ഗവൺമെന്റ് ജോലിക്ക് പ്രിപ്പയർ ചെയ്യുന്നവർക്കൊക്കെ ഒരിക്കലും ഇങ്ങനെ ലേസിനെസ് തോന്നാറില്ല. അവർക്ക് ഓർക്കുമ്പോൾ അയ്യോ എനിക്ക് ജോലി, അയ്യോ വേഗം ഈ ഒരു അറ്റംപ്റ്റിൽ കിട്ടണം, അങ്ങനെ പറഞ്ഞ് അവർ ഫാസ്റ്റ് ആയിട്ട് കാര്യങ്ങൾ ചെയ്യില്ലേ. അതുപോലെയാണ് നമ്മളും നമ്മുടേതായിട്ടുള്ള ഒരു ഇക്കിഗൈ കണ്ടെത്തുക. ടെക്നിക് നമ്പർ 3, ഷോഷി. ദാറ്റ് മീൻസ് ബിഗിനേഴ്സ് മൈൻഡ്. ഏതൊരു കാര്യത്തിനോട് നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴും നമ്മുടെ മൈൻഡ് സെറ്റ് ബിഗിനേഴ്സ് ലെവലിലായിരിക്കണം. അങ്ങനെ ആവുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമുക്ക് ക്യൂരിയോസിറ്റി കൂടും, കൂടുതലായിട്ട് അറിയാനുള്ള ആഗ്രഹങ്ങൾ കൂടും. ഈവൻ നമുക്ക് ആ കാര്യത്തിനെ കുറിച്ച് അറിഞ്ഞാലും നമ്മുടെ മൈൻഡ് സെറ്റ് എപ്പോഴും ബിഗിനേഴ്സ് ലെവലിലായിരിക്കണം. എല്ലാ കാര്യങ്ങളും നമ്മൾ അറിഞ്ഞു എന്ന് വിചാരിച്ചാൽ നമുക്ക് അറിയാത്തതുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ ഉണ്ടാവും. പല ആളുകളും പറയുന്നത് കേട്ടിട്ടുണ്ട്, ഇതെനിക്ക് അറിയാവുന്ന കാര്യമാണ്, സോ ഞാൻ ഇതിനില്ല, അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ്. അപ്പൊ നമുക്ക് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ബോറടിച്ച് തുടങ്ങും. പക്ഷെ നമ്മൾ അറിയാത്തതായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ട് എന്നുള്ള ആറ്റിറ്റ്യൂഡിൽ നിൽക്കുകയാണെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ഇനിയും അറിയാനുള്ള താല്പര്യം കൂടും. ഏതൊരു കാര്യത്തിനോട് അപ്രോച്ച് ചെയ്യുമ്പോഴും ബിഗിനർ മൈൻഡ് ലെവൽ കീപ്പ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ഇപ്പൊ എക്സാമ്പിൾ, നമ്മളൊരു പുതിയൊരു കോഴ്സിനൊക്കെ പോയി ചേർന്നു, അല്ലെങ്കിൽ ജിമ്മിൽ പോകാൻ തുടങ്ങിയിട്ട് കുറേ നാളായി. നമ്മൾ കുറച്ച് നാൾ കഴിയുമ്പോൾ ചിലപ്പോൾ അതിന്റെ ഇൻട്രസ്റ്റ് ഒക്കെ ഒന്ന് കുറയാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കോഡിംഗ് ഒക്കെ കോഴ്സൊക്കെ ചേർന്ന് കഴിഞ്ഞാലും കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഇതെല്ലാം ഞാൻ പഠിച്ചു കഴിഞ്ഞു എന്ന ഒരു തോന്നൽ തോന്നി തുടങ്ങി കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ബോറടിച്ച് തുടങ്ങും. സോ നമ്മൾ എപ്പോഴും ഒരു ലേണേഴ്സ് മൈൻഡ് സെറ്റ് മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടാവില്ല. അതാണ് ഈ ടെക്നിക്കിൽ നിന്ന് ഉദ്ദേശിക്കുന്നത്. 4th ടെക്നിക്ക് എന്താന്ന് വെച്ചാൽ ഹറ ഹച്ചി ബു.
80% റൂൾ. അതായത് ഇതൊരു സിമ്പിൾ ഹെൽത്തി ഫിലോസഫിയാണ്. എന്ത് കഴിക്കുമ്പോഴും നമ്മുടെ വയറിന്റെ ഒരു 80% കഴിക്കാൻ പാടുള്ളൂ എന്നാണ് പറയണത്. വയറ് നിറച്ച് കഴിച്ചു കഴിഞ്ഞാൽ ഇപ്പൊ നമുക്ക് ടയർഡ്നെസ് കൂടും, ലേസ്നെസ് കൂടും, അതേസമയം നമുക്ക് സ്ലീപ്പ് ചെയ്യാനൊക്കെ തോന്നും ഫുൾ കഴിച്ചു കഴിഞ്ഞാൽ. അപ്പോൾ ഒരു 80% ആവുകയാണെങ്കിൽ സ്റ്റോപ്പ് ചെയ്യാം. ഫിഫ്ത്ത് ടെക്നിക്കാണ് വാബി സാബി. ദാറ്റ് മീൻസ് ഇംപെർഫെക്ഷൻ. ഇംപെർഫെക്റ്റ് ആക്ഷൻ ഈസ് ബെറ്റർ ദാൻ പെർഫെക്റ്റ് ഡിലേ. പെർഫെക്റ്റിന് വേണ്ടി വെയിറ്റ് ചെയ്ത് അവസാനം ചെയ്യാതിരിക്കുന്നതിലും ബെറ്റർ ആണ് എന്തെങ്കിലും ചെറിയൊരു ആക്ഷൻ ഇംപെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുന്നത്. നമ്മൾ പെർഫെക്ഷനിസത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുമ്പോഴാണ് ലേസിനെസ് കൂടുന്നത് എന്നാണ് പറയുന്നത്. ഒരു പെർഫെക്റ്റ് ആയിട്ട് ഒരു സാധനം ചെയ്യണമെങ്കിൽ നമ്മൾ പെർഫെക്റ്റ് ടൈം നോക്കും, പെർഫെക്റ്റ് ആയിട്ട് നമുക്ക് എന്തൊക്കെ ടൂൾ ഉണ്ട് നോക്കും. ആക്ച്വലി പെർഫെക്റ്റ് ടൈം എന്നൊരു സമയമേ ഇല്ല. സോ നമ്മളത് ചെയ്യാനേ പോകുന്നില്ല എന്നാണ് പറയുന്നത്. പെർഫെക്ഷനിസ്റ്റിന്റെ ഒരു ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ മുമ്പത്തെ ഒരു വീഡിയോയിൽ ഇട്ടിട്ടുണ്ട്. അപ്പൊ ആർക്കെങ്കിലും കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ അതൊന്ന് കണ്ടു നോക്കിയാൽ മതി. പെർഫെക്റ്റ് ആവാതെ നമ്മൾ ഇംപെർഫെക്റ്റ് ആയിട്ട് തന്നെ കാര്യങ്ങൾ ചെയ്ത് മുന്നോട്ട് പോവാ എന്നുള്ളത് തന്നെയുള്ളൂ. അപ്പൊ നമ്മുടെ ലേസിനെസ് ഒക്കെ കുറഞ്ഞ് നമ്മൾ എന്തെങ്കിലും ഇംപെർഫെക്റ്റ് ആയിട്ട് തന്നെ ചെയ്യുമ്പോൾ നമ്മൾ പിറ്റേന്ന് ബെറ്റർ ആക്കി അവസാനം നമ്മളൊരു പെർഫെക്റ്റ് പേഴ്സൺ ആവും, അല്ലെങ്കിൽ പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു തുടങ്ങും. സിക്സ്ത് ടെക്നിക്ക് എന്താണെന്ന് വെച്ചാൽ ഷിൻറിങ് യോ. പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യണം. അതായത് നാച്ചുറൽ തെറാപ്പി ഓർ ഫോറസ്റ്റ് ബാത്തിങ് എന്നാണ് പറയുന്നത്. ഇന്നത്തെ കാലത്ത് നമ്മൾ എല്ലാവരും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുന്നത് ഡിജിറ്റൽ ഡിവൈസസിലാണ്. സോഷ്യൽ മീഡിയ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ ഫോണിലായിരിക്കും കൂടുതൽ സമയം. ഫോൺ ഓർ TV, സംതിങ് ലൈക്ക് ദാറ്റ്. അല്ലെങ്കിൽ ഗെയിംസ്, മൊബൈൽ ഗെയിംസ്, അങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ആയിരിക്കും കൂടുതൽ ടൈം സ്പെൻഡ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നേച്ചറുമായിട്ടുള്ള കാര്യങ്ങളിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യാനാണ് പറയുന്നത്. നമ്മളൊന്ന് ചെടികൾ നനയ്ക്കുന്നതോ അല്ലെങ്കിൽ നേച്ചറിലൊക്കെ കൂടെ ഒന്ന് നടക്കുന്നതോ ഇതൊക്കെ ഭയങ്കരമായിട്ട് സ്ട്രെസ് റിലീഫ് ചെയ്യും. നേച്ചറുമായിട്ടുള്ള കൂടുതൽ യാത്രകൾ അങ്ങനെയുള്ളതൊക്കെ ഭയങ്കര സ്ട്രെസ് റിലീഫ് ചെയ്യുന്നുള്ളതാണ് പറയുന്നത്. ഇതാണ് സിക്സ്ത് ടെക്നിക്ക്. സെവൻത്ത് ടെക്നിക്കാണ് ഗമൻ. ദാറ്റ് മീൻസ് പേഷ്യൻസ് ആൻഡ് ഡിസിപ്ലിൻ. ഇപ്പം നമുക്ക് സക്സസ്സിൽ എത്താൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഡിഫിക്കൽട്ട് സിറ്റുവേഷൻസ് ഒക്കെ നമ്മൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. എല്ലാം സ്മൂത്തായും ഈസി ആയിട്ടൊന്നും നമുക്ക് ചിലപ്പോൾ സക്സസ്സിലേക്ക് എത്താൻ പറ്റില്ല. ഉറക്കമൊഴിച്ച് പഠിക്കേണ്ടി വരും. മോർണിംഗ് നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ എണീറ്റിട്ടൊക്കെ പോയി ജിമ്മിലൊക്കെ പോകേണ്ടി വരും. ഇനിയുള്ള കുറേ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടി വരും. എന്നാൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച ഒരു റിസൾട്ട് കിട്ടുള്ളൂ. സോ നമ്മൾ അതിനൊക്കെ വില്ലിങ് ആയിരിക്കണം എന്നുള്ളതാണ് പറയുന്നത്. ഈ ഒരു ഡിസിപ്ലിൻ കീപ്പ് ചെയ്താൽ മാത്രമാണ് നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങൾ നമ്മുടെ ലൈഫിലേക്ക് എത്തുള്ളൂ. ഇപ്പം നമുക്ക് ഒട്ടും പഠിക്കാൻ മനസ്സിലാത്ത ഒരു ദിവസമാണ്, പക്ഷെ നാളെ എക്സാം ആണ്, നമ്മൾ പഠിച്ചേ പറ്റൂ. അപ്പോൾ ഈസി ആയിട്ട് ഇരുന്നിട്ട് കാര്യമില്ല, എക്സാമിന് എന്ത് എഴുതും? സോ നമ്മളത് ഹാൻഡിൽ ചെയ്യണം. അതുപോലെ നമുക്ക് ബോഡിയൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം, പക്ഷെ വർക്കൗട്ട് ചെയ്യാൻ കഴിയുന്നില്ല. അങ്ങനെ പറഞ്ഞിട്ട് ഇരുന്നിട്ട് കാര്യമില്ലല്ലോ. സോ നമ്മൾ തീർച്ചയായിട്ടും ജിമ്മിലൊക്കെ പോയിട്ട് വർക്കൗട്ടൊക്കെ ചെയ്യണം. അതാണ് ഈ ടെക്നിക്ക് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നല്ലപോലെ ഡിസിപ്ലിൻ ഒക്കെ കീപ്പ് ചെയ്തിട്ട് മൂവ് ചെയ്യണം വിചാരിച്ചൊരു റിസൾട്ടിലേക്ക് എത്തണമെങ്കിൽ. ലാസ്റ്റ് ടെക്നിക്ക് ഓബൈറ്റോറി. ദാറ്റ് മീൻസ് കമ്പാരിസൺ ചെയ്യാം, മറ്റുള്ളവരുമായിട്ട് താരതമ്യം ചെയ്യാം. ആ ഒരു വേർഡാണ് ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ ഒരു വേർഡ് വന്നിട്ടുള്ളത് 4 ട്രീയിൽ നിന്നാണ്. പ്ലം, പീച്ച്, ആപ്രിക്കോട്ട്, ചെറി ബ്ലോസം. ഈ 4 ട്രീയും ഡിഫറെൻറ്റ് സീസണിലാണ് ബ്ലൂം ചെയ്യുന്നത്. സോ എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സീസൺ വരും. നമ്മൾ അവരുമായി കമ്പാരിസൺ ചെയ്ത് നമ്മൾ ഭയങ്കര ഡൗൺ ആവാതെ ഇരിക്കുക എന്നുള്ളതാണ്. ഇപ്പോഴൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ എല്ലാം ഇങ്ങനെ ഇടുന്നതുകൊണ്ട് തന്നെ നമ്മൾ വിചാരിക്കും എനിക്ക് അങ്ങനെ ഒരു ഇതുണ്ടായിരുന്നു, ഇപ്പൊ പക്ഷെ അതില്ല. കാരണം അവരുടെ ഏജിൽ നമ്മളൊന്നും സക്സസ് ആയില്ലല്ലോ, അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച കാര്യങ്ങളൊന്നും വർക്കൗട്ട് ആയില്ലല്ലോ എന്നൊക്കെ എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. നമ്മുടേതായിട്ടുള്ള സീസൺ വരും. സോ ആ സമയം നമ്മളും ബ്ലൂം ചെയ്യും എന്നുള്ളതാണ് ഈ ഒരു ടെക്നിക്കിൽ പറയുന്നത്. കമ്പാരിസൺ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനേ സമയം കാണുള്ളൂ. ചില ആളുകൾക്കൊക്കെ എന്ത് ഫാസ്റ്റ് പ്രോഗ്രസ് ആണ്, നമുക്കൊന്നും ഇങ്ങനെ സംഭവിക്കുന്നില്ലല്ലോ എന്നൊക്കെ ഓരോ സോഷ്യൽ മീഡിയയിലെ പോസ്റ്റ് ഒക്കെ കാണുമ്പോൾ നമുക്കൊക്കെ തോന്നാറുണ്ടല്ലേ, ഇവരുടെ ഈ ഒരു ഏജിൽ ഇവർ ഇത്രയും സക്സസ് ആയോ, നമ്മൾ ആ ഏജിൽ ഇതൊന്നും അറിയുന്നില്ലായിരുന്നല്ലോ എന്നുള്ളതൊക്കെ. എല്ലാവർക്കും അവരുടേതായ ഗ്രോത്ത് വേറെ വേറെ ചെയ്യുന്നതാണ്. ഞാൻ യുണീക്കാണ്, നിങ്ങൾ എല്ലാവരും യുണീക്കാണ്. സോ ആരും ആരെയും വെച്ച് കമ്പയർ ചെയ്യേണ്ട കാര്യമില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഈ ടെക്നിക്കിലും പറയണത് അത് തന്നെയാണ്, കമ്പാരിസൺ ഒഴിവാക്കുക. ചിലപ്പോഴൊക്കെ കുട്ടിക്കാലത്ത് മുതൽ നമ്മൾ കേൾക്കുന്ന ഒരു കാര്യമായിരിക്കും കമ്പാരിസൺ. കണ്ടോ നിനക്ക് ഇത്ര മാർക്കേ ഉള്ളൂ, അപ്പുറത്തെ വീട്ടിൽ അവനെ കണ്ടോ, അവൻ എത്ര മാർക്കാ എന്നുള്ളതൊക്കെ. അങ്ങനെ കേട്ട് നമ്മൾ ശരിക്കും ഒരു ഫ്രസ്ട്രേറ്റഡ് ആവും.
ഇപ്പോൾ നമ്മൾ സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ പലരും കാറ് വാങ്ങിക്കുന്നു, വീട് വെക്കുന്നു, ഈ ഒരു ഏജിൽ പലതും ചെയ്യുന്നു. അയ്യോ നമ്മളെന്താ അവിടെ തന്നെ ഇരിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ ഫ്രസ്ട്രേറ്റഡ് ആവാറുണ്ടല്ലേ. സോ അങ്ങനെ ആവേണ്ട കാര്യമൊന്നുമില്ല. നമുക്ക് എല്ലാവർക്കും യുണീക്ക് ആയിട്ടുള്ള ജേണിയാണ് നമ്മുടെ ലൈഫ്. അത് ഒരു ഗ്രോത്തിന് ഒരു സീസൺ ഉണ്ട്. ആ സീസൺ നമുക്കും വരും, ബ്ലൂം ചെയ്യും. സോ അതിനുവേണ്ടി വെയിറ്റ് ചെയ്യുക, കമ്പാരിസൺ വേണ്ട, നമ്മൾ വർക്ക് ചെയ്തുകൊണ്ടേ ഇരിക്കുക. അപ്പൊ ഇതാണ് നമ്മുടെ ജാപ്പനീസ് ടെക്നിക്കുകൾ. ഇതിലെ പല ടെക്നിക്കുകളും നമുക്ക് അറിയാം, നമ്മൾ റിയൽ ലൈഫിൽ യൂസ് ചെയ്തിട്ടുണ്ട്. പല ടെക്നിക്കുകളും നമ്മൾ യൂസ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഇതൊക്കെ ജാപ്പനീസ് ടെക്നിക്കുകൾ എന്ന പേരിൽ നമ്മൾ ചിലപ്പോൾ അറിഞ്ഞിട്ടുണ്ടാവണം എന്നില്ല. അപ്പൊ ഇതൊക്കെ നമ്മൾ ജസ്റ്റ് വീഡിയോ കണ്ട് വിടുക എന്നുള്ളതല്ലാതെ ഓരോന്നും ലൈഫിലൊന്ന് അപ്ലൈ ചെയ്ത് നോക്കുക. ഓരോന്നും ഇപ്പം നമ്മൾക്ക് കമ്പാരിസൺ തോന്നുന്ന സമയത്ത് ജസ്റ്റ് മൈൻഡിനൊന്ന് മാറ്റി ചിന്തിക്കുക. എന്തിനാ കമ്പാരിസൺ ചെയ്യുന്നത്? എൻ്റെ ജേണി എന്തായാലും വരും. സോ ഞാനും ഒരു ദിവസം സക്സസ് ആവും. അങ്ങനെ ഓരോ കാര്യങ്ങളും ഒന്ന് മാറ്റി ഈ ഒരു ടെക്നിക്ക് യൂസ് ചെയ്തിട്ട് നമുക്ക് എന്തൊക്കെ ചേഞ്ച് വരുത്താം എന്നുള്ളതൊക്കെ നോക്കാം. ഓരോന്നും നമ്മളിങ്ങനെ കണ്ട് വിടും എന്നല്ലാതെ നമ്മൾ ഒരു ആക്ഷനും എടുക്കാൻ തയ്യാറാവാതിരിക്കുന്നിടത്തോളം നമുക്കൊരു പ്രോഗ്രസ് ഉണ്ടാവില്ല. ചെറിയ ചെറിയ ആക്ഷൻസ് ഒക്കെ എടുത്തു തുടങ്ങാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും യൂസ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് എന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായാൽ തീർച്ചയായും വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യും. ഇനി ഇൻട്രസ്റ്റിംഗ് വീഡിയോ കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബും ചെയ്യണേ മറക്കാതെ. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ കൂടെ മറക്കല്ലേ. ഇനിയും ഇതുപോലുള്ള നല്ല നല്ല വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. സെൽഫ് ഇംപ്രൂവ്മെൻറ്റിൻ്റെ അല്ലെങ്കിൽ എൻ്റർടൈൻമെൻറ്റിൻ്റെയോ എല്ലാ വീഡിയോസ് ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു സോ മച്ച് ഗൈസ്. ബൈ.